മൈഗ്രൈൻ ചികിത്സയ്ക്കായിട്ട് ഈ അടുത്ത് പയ്യന്നൂരിൽ നിന്ന് എന്നെ കാണാമെന്ന ഒരു ഫാമിലിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ മാതാപിതാക്കൾക്ക് മൈഗ്രൈൻ ചികിത്സിക്കാനായിട്ടാണ് വന്നതെങ്കിലും അവരുടെ കൂടെ ഉണ്ടായിരുന്ന 6 വയസ്സുകാരുടെ ഒരു കുട്ടിയുമായിട്ട് ഞാൻ കുശലം പറയുകയുണ്ടായി. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ കുട്ടിയുടെ അമ്മ ഒരു തമാശ രൂപേണ എന്നോട് പറയുകയാണ്, ഡോക്ടറെ, ഞങ്ങൾക്ക് മൈഗ്രെയിൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇത് എൻ്റെ മകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ 1-2 വർഷമായിട്ട് ഇവളും മൈഗ്രെയിൻ ആണെന്നും തലവേദനയാണെന്നും മറ്റും പറഞ്ഞു പോയി കിടക്കാറുണ്ട്. ഇതെല്ലാം മാതാപിതാക്കൾ എന്നോട് ഷെയർ ചെയ്തത് വളരെ ഒരു നിസ്സാരപ്പെട്ട രീതിയിലും തലപോലും കൃത്യമായിട്ട് വളരാത്ത ഒരു കുട്ടിക്കാണ് തലവേദന ഉണ്ടാകുന്നത് എന്നെല്ലാം പറഞ്ഞ് വളരെയധികം നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ് അവരെന്നോട് ഷെയർ ചെയ്തത്. ഇത്തരം അവസ്ഥകളെ നമ്മൾ ആ കുട്ടി കള്ളം പറയുകയാണെന്നോ അതല്ലെങ്കിൽ ഒരു മിമിക്രി കാണിക്കുകയാണെന്നോ എന്നെല്ലാം കരുതി ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതില്ല. ആ കുട്ടിയോട് വിശദമായിട്ട് സംസാരിക്കുകയും കുട്ടിയെ ഒരു വിശദമായിട്ടുള്ള ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആ കുട്ടിക്ക് കൃത്യമായിട്ട് തലവേദന ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും കൃത്യമായിട്ടുള്ള ഫ്രീക്വൻസി സ്കൂളിൽ പോകുമ്പോഴും വെയിൽ കൊള്ളുമ്പോഴും ചാടി കളിക്കുമ്പോഴും പ്രത്യേകിച്ച് ചിൽഡ്രൻസ് പാർക്കിലും മറ്റും ഊഞ്ഞാലാടുമ്പോഴും മറ്റും തലവേദനയും ഓക്കാനവും മറ്റും വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത്തരത്തിൽ രോഗനിർണയം നടത്താനായിട്ട് വൈകുന്ന കുട്ടികളിലാണ് അവർ മുതിരുമ്പോൾ, അവർ വളർന്ന് വലുതാകുമ്പോൾ 20-30 വർഷമായിട്ട് മൈഗ്രെയിൻ മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സയ്ക്കായിട്ട് നടക്കുന്നത്. കുട്ടികളിൽ മൈഗ്രെയിൻ വരില്ല എന്നോ കുട്ടികളിൽ തലവേദനകൾ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. ഇത്തരം കൊച്ചുകുട്ടികളുടെ തലവേദനയും മറ്റും ചികിത്സിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഏർലി ഡയഗ്നോസിസും ബെറ്റർ ട്രീറ്റ്മെന്റും കൊടുക്കാനായിട്ട് ഞങ്ങൾക്കാവുന്നു എന്നുള്ളതാണ്. അതിന് പകരം അവർ ചികിത്സ എടുക്കാതെ മേ ബി കണ്ണിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കണ്ണട വെക്കുക, അതല്ലെങ്കിൽ തലവേദന എന്ന് പറയുന്നത് നീ ഒരുപാട് നേരം മൊബൈലിൽ നോക്കുകയാണെന്നെല്ലാം പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുന്നതിലും കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുവാൻ തന്നെ ശ്രദ്ധിക്കുമല്ലോ. തലവേദന മൂലം എൻ്റെ ജീവിതത്തിൽ നല്ലൊരു കാലഘട്ടം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മുതിർന്നവരോട് എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികൾക്ക് തലവേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അത് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.